Hello friends, welcome to our channel. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യൻ ഓയിൽ RBL ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ്. ഇന്ത്യൻ ഓയിൽ RBL എക്സ്ട്രാ ക്രെഡിറ്റ് കാർഡ് ഒരു ക്രെഡിറ്റ് കാർഡ് ആക്ച്വലി RBL ബാങ്ക് കുറച്ച് കാലം മുമ്പേ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഫ്യൂൽ ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ അത്യാവശ്യം ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്യൂൽ ക്രെഡിറ്റ് കാർഡ് എല്ലാം ഒരു ആവറേജ് ആയിട്ട് നമുക്ക് ക്യാഷ് ബാക്ക് തരുന്ന ഒരു കാർഡാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി ഉപയോഗിക്കുന്നത് മെയിനായിട്ട് നമ്മുടെ SBIൻ്റെയും അതുപോലെ തന്നെ BOBയിലാണ്. പക്ഷേ ഭയങ്കര കാര്യമായിട്ടുള്ള ഉപയോഗമൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഞാനിപ്പോൾ വർക്ക് ഫ്രം ഹോം, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വണ്ടി എടുക്കലൊക്കെ കാർ എടുക്കലൊക്കെ ഭയങ്കര കുറവാണ്. വല്ലപ്പോഴും അടിച്ചാലായിരുന്നു മാത്രമാണ്. പക്ഷേ ഈ രണ്ട് കാർഡ് നമുക്ക് റൂപേ കാർഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് UPIയിൽ ഉപയോഗിക്കാമെന്ന് മാത്രം. അങ്ങനെ ഒരു ബെനിഫിറ്റാണ് മാത്രം നമുക്ക് അതുകൊണ്ടുള്ളൂ. വലിയ കാര്യമുള്ള ബെനിഫിറ്റ് എന്ന് പറയാൻ പറ്റില്ല. എല്ലാ ഫ്യൂൽ കാർഡിൻ്റെയും അവസ്ഥ ഇത് തന്നെയാണ്, ഒരു ആവറേജ് തന്നെ പറയാനുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ സമയത്താണ് നമുക്ക് ആക്ച്വലി ഈ ഇന്ത്യൻ RBL ബാങ്ക് ഇതുപോലെ ഒരു ഇന്ത്യൻ ഓയിലിൻ്റെ ഫ്യൂൽ ക്രെഡിറ്റ് കാർഡ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ഒരു 8% വരെയൊക്കെ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും, അല്ലെങ്കിൽ റിവാർഡ് റേറ്റ് ആയിട്ട് തിരിച്ചു കിട്ടും എന്നൊക്കെയാണ് ആക്ച്വലി ഒരു പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിലേക്ക് പോവാം. അതിനു മുമ്പ് നമ്മുടെ രണ്ട് മെയിൻ ചാനൽസും കാണാത്തവർ പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമുക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയം കാണുക ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും പോകുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മൾ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസാണ്, ക്വാളിഫൈഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ഡീറ്റെയിൽസുകളൊക്കെ കിട്ടും. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് ഫുൾ അടിച്ചാൽ മതി, ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പേരുടെ ഈ ബാങ്ക് നമ്മുടെ പറയുക കാർഡിൻ്റെ ഡീറ്റെയിൽസ് കുറച്ച് എടുത്തിട്ടുണ്ട്. ഈ കാർഡിന് ആക്ച്വലി ഒരു ജോയിൻ ഫീസും ആനുവൽ ഫീസും വരുന്ന 1500 രൂപ പ്ലസ് GST ആണ്. നമ്മുടെ BBCL നമ്മുടെ ഒക്ടേൻ കാർഡിൻ്റെ ഒക്കെ ഒരു റേഞ്ചിൽ വരുന്ന ഒരു കാർഡ് എന്ന് വേണമെങ്കിൽ പറയാൻ സാധനം. ഫ്യൂൽ ക്രെഡിറ്റ് കാർഡാണ്, പറയേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് റിവാർഡ് പോയിന്റ് ആണ് അതിൽ കിട്ടുക. വെൽക്കം ബെനിഫിറ്റ് നമുക്ക് 3000 ഫ്യൂൽ റിവാർഡ് പോയിന്റ് ആണ് നമുക്ക് ഈ സാധനത്തിൽ കിട്ടുക കേട്ടോ. മൂവി ഡൈനിങ് ഓഫറും കാര്യങ്ങളൊന്നും ഇല്ല ഇതിൽ. പിന്നെ നമുക്ക് റിവാർഡ് റേറ്റ് കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് 15 ഫ്യൂൽ പോയിന്റ്സ് ആണ് പെർ 100 റുപ്പീസ് സ്പെൻഡ് ഓൺ ഇന്ത്യൻ ഓയിൽ സ്റ്റേഷനിൽ നമുക്ക് കിട്ടുമ്പോൾ കിട്ടുക. ബാക്കി എല്ലാത്തിനും നമുക്ക് 2 ഫ്യൂൽ പോയിന്റ്സ് വെച്ചിട്ടാണ് 100 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക കേട്ടോ. പിന്നെ നമുക്ക് ഒരു ഫ്യൂൽ പോയിന്റ് എന്ന് പറയുന്നത് 0.5 പൈസയാണ് വെൻ റിഡീംഡ് അറ്റ് ഇന്ത്യൻ ഓയിൽ ഔട്ട്ലെറ്റ് കേട്ടോ. ഇന്ത്യൻ ഓയിലിലെ POS മെഷീനിൽ നമുക്ക് ഈ സാധനം റിഡീം ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിൽ ട്രാവൽ ബെനിഫിറ്റോ ഡൊമസ്റ്റിക് ലോഞ്ചസോ ഇന്റർനാഷണൽ ലോഞ്ചസോ ഇൻഷുറൻസോ ഒരു സംഭവം ഇല്ല. ഫീസിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. നമുക്കിതിൽ റിവാർഡ് റിഡംഷൻ ഫീസ് വരുന്നുണ്ട് 95 രൂപ പ്ലസ് GST. അതുപോലെ തന്നെ ആനുവൽ ഫീസ് വേ ഓഫ് ചെയ്യണമെങ്കിൽ 2.75 ലക്ഷം നമ്മൾ ആനുവലി സ്പെൻഡ് ചെയ്യണം. അത് ഭയങ്കര കൂടുതലാണ്, നടക്കുന്ന കാര്യമല്ല. പിന്നെ ഫോറിൻ കറൻസി മാർക്കപ്പ് ചാർജ് 3.5% അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് 2.5 തൊട്ട് 3.99 പെർ മാസമാണ്. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഇല്ലാടാ, നമ്മൾ ഡ്യൂ ഡേറ്റിന് മുമ്പ് ബില്ല് അടച്ചില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഫ്യൂൽ സർചാർജ് നമുക്ക് 1% ഫ്യൂൽ സർചാർജ് വേവ് ഓഫ് വരുന്നുണ്ട്. 200 രൂപ മാക്സിമം ഈച്ച് മന്താണ് നമുക്ക് ഇതിൽ വരുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ക്യാഷ് അഡ്വാൻസ് ചാർജ്, അതായത് ATM ഉപയോഗിക്കുമ്പോഴുള്ള ചാർജ് ഉണ്ടല്ലോ, അതാണ് ഇതിൽ നമുക്ക് 2.5% ഓഫ് ദ ക്യാഷ് എമൗണ്ട്, അല്ലെങ്കിൽ മിനിമം 500 രൂപ. അതെല്ലാത്തിനും ഓൾമോസ്റ്റ് സിമിലറൊക്കെ തന്നെയാണ്. പിന്നെ പ്രോസും കോൺസും ഞാൻ വഴിയെ പറയാം. പിന്നെ ഇതിൽ മെയിനായിട്ട് എടുത്ത് പറയേണ്ട സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫ്യൂൽ ഓറിയന്റഡ് കാർഡാണ്. കാർഡ് മെമ്പേഴ്സ് ക്യാൻ സേവ് അപ് ടു ഫ്യൂൽ എക്സ്പെൻസസ് മെയ്ഡ് വിത്ത് ഇന്ത്യൻ ഓയിൽ. 250 ലിറ്റർ വരെ, അതായത് 45,000 രൂപ വരെ നമുക്ക് ഇതിൽ സേവ് ചെയ്യാനാണ് ബ്രാൻഡ് പറയുന്നത്. ജസ്റ്റ് ഒരു എന്താ പറയുക, കുറേയൊക്കെ മാർക്കറ്റിംഗ് ടാക്ടിക്സ് എന്ന് വേണമെങ്കിൽ പറയുന്ന സാധനമാണ്. പിന്നെ അതിൻ്റെ പോയിന്റ്സ് റിവാർഡ് റേറ്റ് ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ പ്രോസ് എന്ന് പറയാനുള്ളത് നമുക്കിത് ഓൾമോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 7.5% നമുക്ക് ഹൈ റിട്ടേൺ ആയിട്ട് നമുക്ക് ഫ്യൂൽ പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പിൽ മാത്രമേ കിട്ടുള്ളൂ. ഇത് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, ഈ ഫ്യൂൽ കാർഡിൻ്റെ കുഴപ്പം എന്താ വെച്ചാൽ, നമ്മുടെ ഈ പമ്പിലുണ്ട POS മെഷീൻ ഉണ്ടല്ലോ, അതിൽ പോയി സ്വാപ്പ് ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുക. പക്ഷെ ചില പമ്പിലൊക്കെ, മിക്ക പമ്പുകളിലും ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ ആ പമ്പിൻ്റെ പേരിൽ എടുത്തേക്കുന്ന POS മെഷീൻ ആവില്ല. ചിലപ്പോൾ സെപ്പറേറ്റ് വേറെ എന്തെങ്കിലും ബിസിനസ്സിൻ്റെ POS മെഷീൻ ആയിരിക്കും. അങ്ങനത്തെ ടൈമിൽ നമുക്ക് ഇതുപോലെ ഈ ഫ്യൂൽ കിട്ടില്ല. എന്താ വെച്ചാൽ ഇതാ ഇന്ത്യൻ ഓയിൽ പമ്പിൻ്റെ പേരിൽ എടുത്തേക്കുന്ന POS മെഷീൻ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അതാണ് കുറേ സ്ഥലത്ത് ഇഷ്യൂ വരുന്നത് ഈ ഫ്യൂൽ കാർഡ് എടുക്കുമ്പോൾ കേട്ടോ. കോൺസ് എന്ന് പറയാനുള്ളത്, നമ്മൾ നോർമലി 1500 രൂപയുടെ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം കുറച്ച് അറ്റ്ലീസ്റ്റ് ഇൻഷുറൻസ് ബെനിഫിറ്റുകളും കിട്ടാറുണ്ട്. ഇതിൽ അതും ഇല്ല, എയർപോർട്ടിൽ ഒരു സാധനവും ഇല്ല. അപ്പോൾ അത് ഭയങ്കര കോണെന്ന് വേണമെങ്കിൽ പറയട്ടെ, പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഫ്യൂൽ പോയിന്റ് റേറ്റ് പറഞ്ഞു വിചാരിക്കുന്നു. 0.5 പൈസയാണ് നമ്മൾ ഇന്ത്യൻ ഓയിൽ ഔട്ട്ലെറ്റിൽ ചെയ്യുമ്പോൾ കേട്ടോ. പിന്നെ ഇത് എങ്ങനെ നമുക്ക് ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പിൽ പോയിട്ട് ഈ ഫ്യൂൽ പോയിന്റ്സ് റിഡീം ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ POS മെഷീൻ ഉണ്ടല്ലോ അവിടുത്തെ, നിങ്ങൾക്ക് ഇപ്പോൾ ലേറ്റസ്റ്റ് POS മെഷീനിലൊക്കെ പോയിട്ട് നമുക്ക് എന്താ പറയുക, അതിൽ നമ്മുടെ ഹാഷ് ഉണ്ടായിരിക്കും, ഹാഷ് ബട്ടൺ പ്രസ് ഹാഷ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കാണിക്കും ഇൻസ്റ്റന്റ് റിഡീം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കും. അപ്പോൾ അതിൽ കുറേ പ്രോഗ്രാമുകൾ കാണിക്കും. അതിൽ നമുക്ക് എക്സ്ട്രാ റിവാർഡ്സ് പറഞ്ഞ സാധനം സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക, നമ്മുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ കൊടുക്കുക, എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിഡീം പോയിന്റ് റിഡീം ചെയ്യാൻ പറ്റും കേട്ടോ.
അപ്പോൾ ഇതാണ് ഈസി പരിപാടിയാണ്. അപ്പോൾ സിമ്പിൾ പരിപാടിയാണ്. ചിലപ്പോൾ ചില സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ പമ്പിലൊക്കെ ആൾക്കാർക്ക് ഇത് അറിയണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഇത് അറിഞ്ഞു വെക്കുക. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇത് സാധനം റെഡി ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ത്യൻ ഓയിലിൻ്റെ RBL ബാങ്കിൻ്റെ എക്സ്ട്രാ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞ സാധനം കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ സെറ്റാപ്പിൻ്റെ റെഫർ ലിങ്കാണ്, കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും, മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ചെയ്യാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ബൈ.